എല്ലാവർക്കും നമസ്കാരം. പഴയ കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ നമ്മളിലേക്ക് എത്തുന്ന ഒന്നാണ് ഈ തൂക്കുപാത്രത്തിലുള്ള ചോറ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോറും കറികളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തൂക്കുപാത്രത്തിലൊന്ന് സെറ്റ് ചെയ്തു. ആ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പീസാണെന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. രാവിലെ പൊതുവെ തൂക്കുപാത്രത്തിലൊക്കെ കറികളും ചോറുകളും തന്നുവിടുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. പൊതുവെ മീൻ പൊരിച്ചത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് പകരം ഇന്ന് ഞാൻ ചെമ്മീനാണ് പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ ചെമ്മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തലയും വാലും ഇതുപോലെ പ്രസ് ചെയ്തെടുത്ത് കളയുക. കുറച്ച് വലിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ ചെമ്മീൻ്റെ സൈഡ്സിൽ ഇതുപോലെ കറുത്ത ഭാഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും കൂടി കത്തി വെച്ച് ജസ്റ്റ് ഒരു വരയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റണം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മുടെ വയറിനൊക്കെ അത് നല്ലതായിരിക്കും. ചെമ്മീൻ ഇതുപോലെ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായി കഴുകിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. ക്ലീൻ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 100-120 ഗ്രാം ചെമ്മീനേ ഉള്ളൂ. ഇതിലേക്ക് ഒരു അര ഭാഗം ചെറുനാരങ്ങ നീര് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കശ്മീരി മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീൻ അതിൽ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂർക്ക മെഴുക്ക് വരട്ടിയാണ് തയ്യാറാക്കുന്നത്. വലിയ കൂർക്ക ആയതുകൊണ്ട് കൂർക്ക ചെറുതായി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കൂർക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കാൻ വേണ്ടി ഒരു 10 ചെറിയുള്ളി ചെറുതായി മുറിച്ച് വയ്ക്കാം. 4 വെളുത്തുള്ളി ചെറുതായി മുറിച്ച് വയ്ക്കാം. 2 തണ്ട് കറിവേപ്പില എടുത്ത് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് കൂടി എടുത്ത് വയ്ക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില കൂടി ചേർക്കണം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇടിച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. കുറച്ചുകൂടി കളർ വേണം എന്നുള്ളവർക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം. സാധാരണ മുളക് പൊടി ചേർത്താൽ കുറച്ചും കൂടി എരിവുണ്ടാവും. പിന്നെ കുറച്ച് എരിവൊക്കെ വേണം എന്നുള്ളവർക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പച്ച സ്മെല്ലെല്ലാം മാറിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കൂർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂർക്ക വളരെ ചെറിയ പീസായിട്ട് മുറിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കൂർക്കയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടേറി വന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് അടച്ച് വെച്ച് കൂർക്ക ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം.
10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. കൂർക്കപ്പോഴേക്കും നന്നായി വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കറികൾ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒഴിച്ചുകറിയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സാമ്പാറാണ്. സാമ്പാറിൻ്റെ റെസിപ്പി മുമ്പേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ തൂക്കുപാത്രത്തിൽ ചോറിട്ടതിന് ശേഷം അതിലേക്ക് സാമ്പാർ ഒഴിച്ചു കൊടുക്കുകയാണ്. വറുത്തരച്ച മസാല യൂസ് ചെയ്തിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഈ ഒരു കൂർക്ക മെഴുക്ക് വരട്ടി നല്ല ടേസ്റ്റിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളെങ്കിലും നല്ല രുചിയാണ് ഇതുപോലെ കൂർക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കിയാൽ. അതിൻ്റെ കൂടെ പൊരിച്ചിട്ടുള്ള ചെമ്മീനും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തൂക്കുപാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പീസ് തന്നെ വേണമെന്നില്ല, വേറെ ഏത് നാടൻ റെസിപ്പീസ് ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്